കോരത്തോട് ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക മേഖലയായ കോസടിയിലുള്ള ഗവൺമെന്റ് ട്രൈബൽ യു.പി. സ്കൂളിന് സംസ്ഥാന ഗവൺമെന്റ് പട്ടികവർഗ വികസന വകുപ്പ് മുഖേന അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. സ്കൂൾ കെട്ടിടത്തിന്റെയും അതോടൊപ്പം സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിൽ സ്റ്റാഴ്സ് പദ്ധതിയിൽപ്പെടുത്തി 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വർണ്ണക്കൂടാരത്തിന്റെയും സംയുക്ത ഉദ്ഘാടന കർമ്മം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുന്നേറ്റം കുറിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. 1958 സ്ഥാപിച്ച കോസടി ഗവൺമെൻറ് ട്രൈബൽ യു.പി. സ്കൂൾ ഏറ്റവും ജീർണാവസ്ഥയിലുള്ള സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത്. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് മുഖേന അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ച് കോസടി ഗവൺമെൻറ് ട്രൈബൽ യു.പി. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ചിരിക്കുന്ന പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 20-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി. ശിവൻകുട്ടി അവർകൾ ഉദ്ഘാടനം ചെയ്യും. പൂഞ്ഞാർ എം.എൽ.എ എന്നുള്ള നിലയിൽ ഞാൻ ആ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. പത്തനംതിട്ട എം.പി ശ്രീ ആൻ്റോ ആൻ്റണി മുഖ്യപ്രഭാഷണം നടത്തും. കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഷൈൻ സ്വാഗതം ആശംസിക്കും. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിൻ്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ലൈജു റിപ്പോർട്ട് അവതരിപ്പിക്കും. ഈ കെട്ടിട നിർമ്മാണത്തോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ SSK സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് എന്ന പദ്ധതി പ്രകാരം നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വർണ്ണക്കൂടാരം എന്ന പദ്ധതി പ്രകാരം സ്കൂളിൽ 10 ലക്ഷം രൂപ അനുവദിച്ച് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കളിക്കോപ്പുകളും കളി ഉപകരണങ്ങളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതേ ചടങ്ങിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ്. അതായത് ആ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന രീതിയിൽ പൊതുവിദ്യാഭ്യാസത്തെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുക, സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരേ സമയം 3 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെയും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരത്തിൻ്റെയും പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ചടങ്ങിൽ യോഗത്തിൽ ആൻ്റോ ആൻ്റണി എം.പി മുഖ്യ പ്രഭാഷണം നടത്തും. കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷെയ്ൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ലൈജു എം.ജി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സമഗ്ര ശിക്ഷ കേരള ജില്ലാ കോർഡിനേറ്റർ കെ.ജെ. പ്രസാദ് വർണ്ണക്കൂടാരം പദ്ധതി വിശദീകരണം നടത്തും. ചടങ്ങിൽ സ്കൂളിന് ആവശ്യമായ 1.5 ഏക്കർ സ്ഥലം 1958 സൗജന്യമായി വിട്ടു നൽകിയ കല്ലേശ്ശേരി, മേനോത്ത്, പുളിഞ്ചേരിയിൽ എന്നീ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ പിന്മുറക്കാരെയും ആദ്യകാല അധ്യാപകനായ ചെല്ലപ്പൻ ആചാര്യയെയും ആദരിക്കും. യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ പി.ഡി. പ്രകാശ്, രത്നമ്മ രവീന്ദ്രൻ, ജാൻസി C.M, ഗിരിജ P.S, രാജേഷ് C, NCC തോമസ്, ജയദേവൻ എന്നിവരും കോട്ടയം DDE സുബിൻ പോൾ, കാഞ്ഞിരപ്പള്ളി DEO രാകേഷ് ET KAS, കാഞ്ഞിരപ്പള്ളി AEO സുൽഫിക്കർ S, കോട്ടയം DPO അനിത S, കാഞ്ഞിരപ്പള്ളി BPCO അജാസ് VM, ITDP പ്രൊജക്ട് ഓഫീസർ സജു S, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരിലാൽ K, കോസടി ഊരുമൂപ്പൻ KP ഗംഗാധരൻ, മുൻ ഹെഡ്മിസ്ട്രസ് സുലു KK, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായ K രാജേഷ്, ജോയി പുരയിടം, CA തോമസ്, KB രാജൻ, ഉജാകുമാരി MB, സ്കൂൾ PTA പ്രസിഡന്റ് ജയ അജയ്കുമാർ, മുൻ PTA പ്രസിഡന്റ് പ്രിയ നാരായണൻകുട്ടി, ബോബിന സിറിയക്, ഹെഡ്മിസ്ട്രസ് ശോഭന കുമാരി PT തുടങ്ങിയവർ പ്രസംഗിക്കും.